ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഇച്ചിരി സ്പെഷ്യലാണ്. കാരണം ഇന്ന് നമ്മൾ പോകുന്നത് ലോക പ്രശസ്തമായ വെനീസ് കാണാനാണ്. അതെ, ഇറ്റലിയിലെ ബ്യൂട്ടിഫുൾ പ്ലേസായ വെനീസ്. നമ്മളിപ്പോൾ പാരീസിൽ നിന്നാണ് ഇറ്റലിയിലേക്ക് യാത്ര തുടങ്ങുന്നത്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ യാത്ര അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു ബെറ്റർ വ്യൂ ആണ് കേട്ടോ ഇത്. സത്യം പറയാണ്ട് ക്യാമറയിൽ മുഴുവൻ ക്യാപ്ചർ ചെയ്യാൻ പോലും പറ്റിയില്ല. ക്ലൗഡിൻ്റെ ഇടയിലൂടെ സ്നോ മൂടിയ വലിയ മലനിരകൾ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ആൽപ്സ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്ന ഈ ആൽപ്സ് മൗണ്ടെയിൻ റേഞ്ച് ലോകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ മൗണ്ടൻ വ്യൂസിലൊന്നാണ് കേട്ടോ. പാരീസിൽ നിന്നും ഇറ്റലിയിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പം നമുക്ക് ഈ ഡ്രീമി വ്യൂ കാണാൻ പറ്റും. നമ്മുടെ പാരീസ് വ്ലോഗ് ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡെഫിനറ്റ്ലി വാച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിത് ഇറ്റലിയോട് അടുക്കാറായി കേട്ടോ. നോക്കിക്കേ, താഴെ നോക്കുമ്പോൾ ഫുള്ള് വാട്ടർ വ്യൂസാണ്. ചുറ്റും വെള്ളവും അതിനുള്ളിൽ ചെറിയ ചെറിയ ലാൻഡ് ഏരിയാസും. വെനീസ് അടുത്തെത്തിയെന്ന ഫീൽ അപ്പോഴേക്കും നമുക്ക് കിട്ടിത്തുടങ്ങി. ഫൈനലി നമ്മൾ വെനീസിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എയർപോർട്ടിലെത്തിയ ഉടനെ നമ്മൾ ശ്രദ്ധ പോയത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ വാട്ടർ ഫൗണ്ടൈനിലേക്കായിരുന്നു. സാധാരണ കാണുന്ന ഫൗണ്ടൻ പോലെയല്ല, വെനീസിൻ്റെ വൈബ് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കാം ആൻഡ് എസ്തെറ്റിക് ഫീൽ തരുന്നൊരു നല്ലൊരു ഫൗണ്ടൈൻ. ചെറിയൊരു ഡീറ്റെയിൽ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെനീസിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ചൂസ് ചെയ്തത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ വെനീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയ ഓപ്ഷനാണത്. എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് പാസ് എടുത്തു. ഇവിടുത്തെ ഈ 1 ഡേ പാസ് ഉപയോഗിച്ച് നമുക്ക് ബസ്, ട്രാം, പിന്നെ വെനീസിലെ ഫേമസ് പബ്ലിക് വാട്ടർ ബോട്ട്സ് അങ്ങനെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വെനീസിലെ ലോക്കൽ ആളുകളും ടൂറിസ്റ്റും കൂടുതലായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി വാട്ടർ ബോട്ട്സ്. അതാണ് ഇവിടുത്തെ മെയിൻ ട്രാവൽ എക്സ്പീരിയൻസ്. എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു 3 ഡേ പാസ് എടുത്തു കേട്ടോ. ഒരാൾക്ക് 52 യൂറോ ആയിരുന്നു. ആക്ച്വലി ഇതെടുത്തത് നല്ല യൂസ്ഫുള്ളായി തോന്നി. കാരണം സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും ഈസി ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. എയർപോർട്ടിൽ നിന്ന് ബസ് കയറി നമ്മൾ നേരെ പോയത് വെനീസ് സിറ്റിയിലേക്കാണ്. വെനീസ് എത്തി ഇറങ്ങിയാൽ തന്നെ ആദ്യം കിട്ടിയ ഫീല് വേറെയായിരുന്നു കേട്ടോ. ചുറ്റും ഫുൾ വെള്ളം, അതിനിടയിൽ ബിൽഡിങ്സ്, ബോട്ട്സ്, ചെറിയ വഴികൾ. സിനിമകളിലും ഫോട്ടോസിലും മാത്രം കണ്ടിരുന്ന വെനീസ് നേരിൽ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഹാപ്പിനെസ് ആയിരുന്നു. നമ്മുടെ മനസ്സിൽ വെനീസിനെ കുറിച്ചൊരു പിക്ചർ ഉണ്ടല്ലോ, ഈ കനാൽസും ബോട്ട്സും വെള്ളത്തിനിടയിലെ സിറ്റി. അതേ ഫീല് തന്നെയായിരുന്നു കേട്ടോ നമുക്കിവിടെ എത്തിയപ്പോഴും കാണാൻ പറ്റിയത്. ഞാനൊരു കുട്ടനാട്ടുകാരിയാണ് കേട്ടോ. നമ്മുടെ കുട്ടനാട് കിഴക്കിൻ്റെ വെനീസ് എന്നല്ലേ അറിയപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടനാട്ടിൽ നിന്ന് വന്ന ഒരാളായിട്ട് ഈ കുട്ടനാട്ടിലെ കിഴക്കിൻ്റെ വെനീസിൽ നിന്ന് ശരിക്കുള്ള വെനീസ് കാണാൻ പറ്റിയത് ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. വെള്ളവും ബോട്ടും അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ഓർമ്മ. നമ്മൾ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടൂറിസ്റ്റും ലോക്കൽ ആളുകളും എല്ലാം കൂടി സിറ്റി ഒരു ഫുൾ ബിസി ആയിരുന്നു. പക്ഷേ ആ ക്രൗഡിൻ്റെ ഇടയിലും വെനീസിൻ്റെ ബ്യൂട്ടി ഒട്ടും കുറയുന്നില്ല കേട്ടോ. എസ്പെഷ്യലി അവിടുത്തെ ബോട്ട്സ്. അതാണ് വെനീസിൻ്റെ മെയിൻ വൈബ് എന്ന് പറയാം. കാർസിൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ ബോട്ട്സ് കാണുന്നതും വാട്ടർ ട്രാൻസ്പോർട്ട് കാണുന്നതും ഇനിഷ്യലി തന്നെ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിറ്റിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ചുറ്റും വെള്ളം നിറഞ്ഞ വ്യൂസ്. വെള്ളത്തിലൂടെ ആളുകൾ യാത്ര ചെയ്യുന്നത്, ബിൽഡിങ്സിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണുന്നത് എല്ലാം കൂടി സത്യം പറഞ്ഞാൽ ഒരു പോസ്റ്റ് കാർഡ് സീൻ പോലെയായിരുന്നു. നമ്മൾ അവിടെ അടുത്തുള്ളൊരു ക്യൂട്ട് കഫേയിലാട്ടോ കയറിയേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ട്രാവൽ ചെയ്ത് വന്നതല്ലേ, കുറച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നാലോ. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഫുഡിനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് അവിടുത്തെ വ്യൂ ആയിരുന്നു. കനാൽ സൈഡ് വ്യൂവിലിരുന്ന് ബോട്ട്സ് പോകുന്നതും ആളുകൾ നടക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ശരിക്കും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും ആ സ്ഥലത്തിൻ്റെ വൈബ് കാരണം സത്യം പറഞ്ഞാൽ എവറിത്തിങ് ഫെൽറ്റ് എക്സ്ട്രാ നൈസ്. നോർമലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ അല്ല. വെനീസിൻ്റെ കാം അറ്റ്മോസ്ഫിയർ, വെള്ളത്തിൻ്റെ സൗണ്ട്, ചുറ്റുമുള്ള ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ്, ഇതെല്ലാം കൂടി ഒരു പീസ്ഫുൾ ഫീലായിരുന്നു. ഇനി കുറച്ച് സമയം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത് വെനീസിൻ്റെ റിയൽ ബ്യൂട്ടി തന്നെയാണ്, വെള്ളവും ബോട്ട്സും. ഇവിടെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ബോട്ട്സ് കാണാം. പ്രൈവറ്റ് ബോട്ട്സും ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് ബോട്ട്സും ഉണ്ട് കേട്ടോ. ഡെലിവറി ബോട്ട്സ് വരെ വാട്ടറിലൂടെയാണ് പോകുന്നത്. ആക്ച്വലി വെനീസ് ഒരു നോർമൽ സിറ്റി പോലെയല്ല. വെനീസ് മെയിൻലി ഒരു ചെറിയ ഐലൻഡ് കണക്ട് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ റോഡിനേക്കാൾ കൂടുതൽ കനാൽസാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വെനീസിൻ്റെ മെയിൻ ട്രാൻസ്പോർട്ട് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഇവിടെ ബസ്സസ് പോലെ തന്നെ പബ്ലിക് വാട്ടർ ബസ്സസും ഉണ്ട് കേട്ടോ. വെനീസ് സിറ്റി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ് സാൻ സൈമൺ പിക്കോളോ.
വെനീസിലെ ഫേമസ് ചർച്ചസിലൊന്നായ ഈ ബിൽഡിംഗ് അതിൻ്റെ വലിയ ഗ്രീൻ ഡോംസും ക്ലാസിക് വൈറ്റ് പില്ലേഴ്സും കൊണ്ടാണ് കൂടുതൽ ശ്രദ്ധ പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കിയസ ദി സാന്റാ മരിയ ദി നസ്രത്താണ്. ഇത് സാധാരണയായിട്ട് ചർച്ച് ഓഫ് ദി സ്കാൽസി എന്ന പേരിലും അറിയപ്പെടുന്നു. ഗ്രാൻഡ് കനാൽ സൈഡിൽ കാണുന്ന ഈ ചർച്ച് വെനീസിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ചർച്ചസിലൊന്നായി പറയപ്പെടുന്ന സ്ഥലമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആ വൈറ്റ് കളർ ആർക്കിടെക്ചറും സ്റ്റാച്യുവും ഡീറ്റെയിലിങ്ങും ഒക്കെ കണ്ടാൽ വളരെ മനോഹരമായിട്ട് തോന്നും. ഞങ്ങൾ ഇൻസൈഡ് കയറിയപ്പോൾ ആദ്യം ഫീൽ ചെയ്തത് ഒരു ഡീപ്പ് സൈലൻസ് ആയിരുന്നു കേട്ടോ. പുറത്ത് ഇത്രയും ക്രൗഡും വുമൻസും ഒക്കെ ഉണ്ടായിട്ടും ചർച്ചിൻ്റെ അകത്ത് ഫുൾ കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഇൻസൈഡ് മുഴുവൻ നോക്കിയാൽ ഒരു ഓൾഡ് യൂറോപ്യൻ ആർക്കിടെക്ചറിൻ്റെ ബ്യൂട്ടി ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. സീലിങ്ങിലെ ആർട്ട് വർക്കും ഗോൾഡൻ ഡീറ്റെയിലിങ്ങും വലിയ പില്ലേഴ്സും സ്റ്റാച്യൂസും എല്ലാം കൂടി വളരെ റോയലായൊരു ലുക്കാണ്. എസ്പെഷ്യലി സൺലൈറ്റ് ചെറിയ രീതിയിൽ ഇൻസൈഡിലേക്ക് വരുമ്പോൾ ചർച്ചിൻ്റെ ഇൻറ്റീരിയർ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അവിടെ കുറച്ചു നേരം വെറുതെ ഇരുന്നാലും ഒരു പീസ്ഫുൾ ഫീൽ കിട്ടുന്ന സ്ഥലമാണ്. ഈ ചർച്ച് 1600 കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തും പഴയ വെനീസിൻ്റെ ഒരു ഹിസ്റ്ററിയും ആർട്ടും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഔട്ട്സൈഡ് സ്ട്രക്ചർ നോക്കിയാലും അതിൻ്റെ ഡീറ്റെയിലിംഗ് വളരെ ഇമ്പ്രസീവാണ്. ഞങ്ങളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. ട്രാവലിംഗ് മാത്രമല്ല, കുറച്ച് സമയം കാമായിട്ടിരിക്കാനും വെനീസിലെ ഇത്തരം പ്ലേസസ് പെർഫെക്റ്റ് ആണെന്ന് തോന്നി. വെനീസ് സിറ്റി എക്സ്പ്ലോർ ചെയ്യുമ്പം വഴിയരികിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. എസ്പെഷ്യലി സൊവനീർ ഷോപ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വെനീസ് മെമ്മറീസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, മാസ്ക്, കീ ചെയിൻസ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, സ്മോൾ ബോട്ട് മോഡൽസ്, അങ്ങനെ പല ക്യൂട്ട് സാധനങ്ങളും അവിടെ കിട്ടും. വാക്കിംഗ് ചെയ്യുമ്പോൾ ഓരോ ഷോപ്പും നോക്കി പോകുന്നത് തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ചില കടകളൊക്കെ ഫുൾ കളർഫുൾ മാസ്ക് കൊണ്ടും ഗ്ലാസ് ഐറ്റംസ് കൊണ്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ കഫേയും ഗിഫ്റ്റ് ഷോപ്പും ലോക്കൽ ആർട്ട് ഷോപ്സും ഒക്കെ വെനീസിൻ്റെ ഒരു സ്ട്രീറ്റിനുള്ളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഓരോ കോർണറിലും ഫോട്ടോ എടുക്കാൻ തോന്നുന്ന ഫീലാണ് കേട്ടോ. ടൂറിസ്റ്റ് ഒരുപാട് വരുന്ന സിറ്റി ആയതുകൊണ്ട് ഷോപ്സ് എല്ലാം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ ആ ക്രൗഡിനിടയിലും വെനീസിൻ്റെ കാം ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യാതിരുന്നാലും ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുകയും ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നത് തന്നെ വെനീസ് ട്രിപ്പിൻ്റെ പാർട്ടായിട്ട് തോന്നും. വെനീസ് സിറ്റി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് പാദുവയിലേക്കാണ്. ബസിലിക്ക ഓഫ് സെൻറ്റ് ആൻ്റണി ഓഫ് പാദുവ. നമ്മൾ വിസിറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഫുൾ വ്ളോഗായിട്ട് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യണം. ആ വ്ളോഗ് കാണുമ്പോൾ ഈ പ്ലേസിൻ്റെ റിയൽ ബ്യൂട്ടി, ഇൻസൈഡ് വ്യൂസ്, അറ്റ്മോസ്ഫിയർ എല്ലാം കൂടുതലായിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബസിലിക്ക വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്തുള്ളൊരു ലോക്കൽ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയാട്ടോ നമ്മൾ ലഞ്ച് കഴിച്ചത്. അവിടെ നമ്മൾ ട്രൈ ചെയ്തത് ഒതൻറ്റിക് ആയിട്ടുള്ള ഇറ്റാലിയൻ ഡിഷസ് ആയിരുന്നു. എസ്പെഷ്യലി പാസ്തയും ലസാനിയും ഫ്രഷായി ഉണ്ടാക്കിയ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ബൈറ്റിലും റിയൽ ഇറ്റാലിയൻ ഫ്ലേവർ ഫീൽ ചെയ്യാൻ പറ്റി. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട്ലൈൻ തന്നെ വേറെയായിരുന്നു. ഒരു ടൂറിസ്റ്റി ഫീൽ അല്ല കേട്ടോ, കൂടുതലൊരു ലോക്കൽ പീപ്പിൾ വരുന്നൊരു കോസി പ്ലേസ് ആയിരുന്നു. അവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് പ്രശ്നമായിരുന്നു കേട്ടോ. സ്റ്റാഫ് കൂടുതലും ഇറ്റാലിയനാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് പ്രശ്നമായില്ല. നമ്മൾ മെനു കാണിച്ചും പോയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇപ്പം നമ്മൾ കാണുന്നത് വെനീസിൻ്റെ ഒരു ബ്രെത്ത് ടേക്കിംഗ് ഡ്രോൺ വ്യൂ ആണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ വെനീസ് എത്ര യുണീക്കാണെന്ന് ശരിക്കും മനസ്സിലാകും. ചെറിയ ചെറിയ ഐലൻഡ് പോലെ സിറ്റി സ്പ്രെഡായി കിടക്കുന്നത്, അതിനിടയിലൂടെ നീളുന്ന കനാൽസ്, അതിലൂടെ പോകുന്ന ബോട്ട്സ് എല്ലാം കൂടി ഒരു ലിവിങ് പെയിൻറ്റിങ് പോലെയാണ് തോന്നുന്നത്. ഡ്രോൺ വ്യൂവിലൂടെ കാണുമ്പം ബോട്ട്സ് ഇങ്ങനെ വെള്ളത്തിൻ്റെ വഴിയിലൂടെ സ്മൂത്ത്ലി മൂവ് ചെയ്യുന്നത്, ചെറിയ ബ്രിഡ്ജസ് കണക്ട് ചെയ്യുന്ന സ്ട്രീറ്റ്സ്, കളർഫുൾ ബിൽഡിങ്സ് എല്ലാം ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും. താഴെ നടക്കുന്നത് പോലെ തന്നെ സിറ്റിയുടെ മുകളിൽ നിന്ന് ഈ ഫുൾ വ്യൂ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്തെന്നാൽ വെനീസിൽ കാർസ് ഓൾമോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ മെയിൻ റീസൺ തന്നെ ഈ സിറ്റിയുടെ സ്ട്രക്ചറാണ്. വെനീസ് ഒരു വാട്ടർ ബേസ്ഡ് സിറ്റിയാണ്. പല ചെറിയ ഐലൻഡ്സ് കണക്ട് ചെയ്താണ് സിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ്സ് വളരെ ലിമിറ്റഡ് ആണ്. ചെറിയ നടപ്പാതകളാണ് കൂടുതലും. അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ മെയിൻലി വാട്ടർ ബേസ്ഡ് ആക്കിയിരിക്കുന്നത്. പബ്ലിക് ബോട്ട്സ്, വാട്ടർ ടാക്സീസ്, ഡെലിവറി ബോട്ട്സ് എല്ലാം ഇവിടെ കനാലിലൂടെയാണ് പോകുന്നത്. കാറൊന്നും ഇല്ലാത്തതിനാൽ സിറ്റിയിൽ നോയ്സ് ഭയങ്കര കുറവാണ്. പൊല്യൂഷനും കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെനീസിൽ വോക്ക് ചെയ്യാൻ നല്ല സുഖമാണ്.
ഇത് വെനീസ് സിറ്റിയുടെ ചെറിയൊരു ഔട്ട്ലൈൻ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണിച്ചത് വെനീസിൻ്റെ ഡ്രോൺ വ്യൂസ്, കനാൽസ്, ബോട്ട്സ്, സിറ്റി വൈബ്സ്, അങ്ങനെ എല്ലാം ചേർന്നൊരു ബ്യൂട്ടിഫുൾ ഓവർവ്യൂ മാത്രമാണ്. ഇനി വരുന്ന വീഡിയോസിലാണ് നമ്മൾ റിയലി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് മാർക്ക് സ്ക്വയർ ഉൾപ്പെടെ വെനീസിലെ ഐക്കോണിക് പ്ലേസസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കൂടുതൽ ബ്യൂട്ടിഫുൾ വെനീസ് മൊമെൻറ്റ്സുമായിട്ട്. ബൈ.